മികച്ച സ്വഭാവ ഗുണമുള്ള ഒരു കുട്ടിയെ വളർത്തുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ളതും ഉയർന്ന നിലവാരത്തിലുള്ളതുമായ ഒരു ജോലിയാണ്. കാരണം എന്തെന്നാൽ ഒറ്റ രാത്രി കൊണ്ട് ചെയ്യാൻ കഴിയുന്നതല്ല ഇതെല്ലാം. നിങ്ങളുടെ കുട്ടികളിൽ അവരെക്കുറിച്ച് അഭിമാനം തോന്നിപ്പിക്കുന്ന എന്തെല്ലാം സ്വഭാവ ഗുണങ്ങളുണ്ട്? നിങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് 15 വയസ്സാകുന്നതിന് മുമ്പ് ഒരു കുട്ടിയിൽ ഉണ്ടായിരിക്കേണ്ട 20 സ്വഭാവ ഗുണങ്ങളെക്കുറിച്ചാണ്. ഈ ഗുണങ്ങൾ നിങ്ങളുടെ കുട്ടിയിൽ കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ അവൻ അല്ലെങ്കിൽ അവൾ 15 വയസ്സാകുമ്പോഴത്തേക്കും നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയായിരിക്കും. ഈ വീഡിയോ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. അതിനുശേഷം ഇതിൽ നിന്ന് ഏതെല്ലാം സ്വഭാവ ഗുണങ്ങൾ നിങ്ങളുടെ കുട്ടിയിലുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇല്ലാത്ത സ്വഭാവ ഗുണങ്ങൾ അവനിൽ വളർത്തിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിൽ ആദ്യത്തെ സ്വഭാവ ഗുണം ഏതെന്നാൽ വിനയമാണ്. എല്ലാ അമ്മമാരും ആഗ്രഹിക്കുന്നത് എൻ്റെ കുട്ടി എന്ത് ഏറ്റെടുത്താലും അതിൽ വിജയിക്കണമെന്നാണ്. ഞാനും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. എന്നിരുന്നാലും അവൻ്റെ നേട്ടങ്ങളിൽ പങ്കാളികളായവരോടും അവൻ്റെ വ്യക്തിത്വം രൂപപ്പെടുത്താൻ സഹായിച്ചവരോടും എളിമയുള്ള വ്യക്തിയായിരിക്കുന്നതിലാണ് അവൻ്റെ സ്വഭാവ ഗുണം ഉള്ളത്. അപ്പോൾ നമ്മുടെ കുട്ടിയിൽ വിനയം എന്നുള്ളൊരു സ്വഭാവ ഗുണം വളർത്തിയെടുക്കാൻ ശ്രദ്ധിക്കുക. അടുത്തൊരു മികച്ച സ്വഭാവ ഗുണമാണ് സംതൃപ്തി. നമ്മളുടെ കുട്ടികളിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന നല്ല സ്വഭാവങ്ങളിലൊന്നാണ് അഭിലാഷമുള്ളവനായിരിക്കുകയും അവൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുക എന്നത്. അതോടൊപ്പം എന്ത് നേടിയാലും അതിൽ സംതൃപ്തിയും സന്തോഷവാനും ആയിരിക്കാൻ പഠിക്കുക എന്നതാണ്. സന്തോഷത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സംതൃപ്തി എന്നുള്ളത്. ഈ ഒരു സ്വഭാവ ഗുണം കുട്ടിയിൽ ഉണ്ടായിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അടുത്ത സ്വഭാവ ഗുണമാണ് ആശ്രയത്വം. നമ്മുടെ കുട്ടി മറ്റുള്ളവരെ ആശ്രയിക്കുന്ന വ്യക്തികളാകുന്നതിന് പകരം ആവശ്യമുള്ള സമയത്ത് മറ്റുള്ളവർക്ക് ആശ്രയിക്കാവുന്ന വ്യക്തിയായി വളരണം. ഇതൊരു മികച്ച സ്വഭാവ ഗുണമാണ്. അടുത്ത സ്വഭാവ ഗുണമാണ് ദൃഢനിശ്ചയം. നിങ്ങളുടെ കുട്ടി ഒരു ദൃഢനിശ്ചയമുള്ള വ്യക്തിയായി, അതായത് കഠിനാധ്വാനിയായ, ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ തീവ്രമായി പരിശ്രമിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. ഇതാണ് കുട്ടികളിലെ മറ്റൊരു മികച്ച സ്വഭാവ ഗുണം. അടുത്തതാണ് ക്ഷമ. നമ്മുടെ കുട്ടികളിൽ തീരെ കുറവുള്ള നല്ല സ്വഭാവ ഗുണങ്ങളിൽ ഒന്നാണ് ക്ഷമ. ക്ഷമയുള്ള വ്യക്തിയായി വളർത്താനും അസ്വസ്ഥനായ വ്യക്തികളാകാതിരിക്കാനും നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. അടുത്ത മികച്ച സ്വഭാവങ്ങളിൽ ഒന്നാണ് സത്യസന്ധത. തന്നോട് തന്നെയും മറ്റുള്ളവരോടും സത്യസന്ധത പുലർത്തുന്നത് കുട്ടികളെ ഒരു വിശ്വസനീയ വ്യക്തിയാക്കാൻ സഹായിക്കുന്നു. ഇത് കുട്ടികളിൽ വളർത്തിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അടുത്തൊരു മികച്ച സ്വഭാവ ഗുണമാണ് ധൈര്യം. പുതിയൊരു കാര്യം പഠിക്കുക എന്നത് അജ്ഞാതമായ ഒരു കാര്യത്തെ പഠിക്കുക എന്നതാണല്ലേ. ഭയവും ആശങ്കയും ഉണ്ടെങ്കിൽ ആ ഒരു പഠന പ്രക്രിയ മന്ദഗതിയിലാകും. എന്നാൽ പുതിയതിനെ കീഴടക്കാനുള്ള ധൈര്യം അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവിനെ എളുപ്പമാക്കി കൊടുക്കും. അപ്പോൾ കുട്ടികളിൽ ധൈര്യം എന്നുള്ളൊരു സ്വഭാവ ഗുണം വളർത്തിയെടുക്കുക. കുട്ടികളിൽ ഉണ്ടായിരിക്കേണ്ട അടുത്തൊരു മികച്ച സ്വഭാവ ഗുണമാണ് കാരുണ്യം. ക്രൂരമായ മനോഭാവമില്ലാതെ മനുഷ്യനെ മനുഷ്യനായി കാണാനും എല്ലാവരോടും കാരുണ്യപരമായ ഒരു സമീപനം പുലർത്താനും കുട്ടികളെ പഠിപ്പിച്ചിരിക്കണം. ഇത് തീർച്ചയായും കുട്ടികളിൽ ഉണ്ടായിരിക്കേണ്ട ഒരു നല്ല സ്വഭാവ ഗുണം തന്നെയാണ്. അടുത്തൊരു മികച്ച സ്വഭാവ ഗുണമാണ് പൊരുത്തപ്പെടൽ. നമ്മുടെ കുട്ടി അവൻ പ്രവർത്തിക്കുന്ന ആ ഒരു ശൈലിയിൽ നിന്ന് മാറാതെ ഒരു കർക്കശക്കാരനായ ഒരു വ്യക്തിയാകുന്നതിനേക്കാൾ ഏറ്റവും മികച്ചത് ഏത് സാഹചര്യത്തിലും പൊരുത്തപ്പെടാൻ തക്ക സ്ഥിരതയുള്ള ഒരു വ്യക്തിയായി മാറുന്നതാണ് മികച്ച വ്യക്തിത്വത്തിൻ്റെ അടയാളം. അപ്പോൾ ആ ഒരു വ്യക്തിത്വ ഗുണം പഠിപ്പിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അടുത്തൊരു മികച്ച സ്വഭാവ ഗുണമാണ് സ്വയം അച്ചടക്കവും പ്രേരണാ നിയന്ത്രണവും. അതായത് സ്വന്തം ഇഷ്ടങ്ങൾക്കും വികാരങ്ങൾക്കും അനുസരിച്ച് മാത്രം പ്രവർത്തിക്കാതെ ചെയ്യുന്ന കാര്യങ്ങൾ സമയത്ത് ചെയ്യാനും നിയമങ്ങൾ പാലിക്കാനും പരിധികൾ പാലിക്കാനും കഴിയുന്ന ശീലമാണ് സ്വയം അച്ചടക്കം. പിന്നെ ഒരു കാര്യം പെട്ടെന്ന് ചെയ്യണമെന്ന് തോന്നിയാലും ഉടൻ അതിനെ പ്രതികരിക്കാതെ അല്ലെങ്കിൽ തീരുമാനമെടുക്കാതെ അതിനെക്കുറിച്ച് ആലോചിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുന്ന കഴിവിനെയാണ് പ്രേരണാ നിയന്ത്രണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ രണ്ട് കഴിവുകളും കുട്ടികളിൽ വളർത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. അടുത്ത മികച്ചൊരു സ്വഭാവ ഗുണമാണ്
തന്നോടും മറ്റുള്ളവരോടും ദയ കാണിക്കുക എന്നത്. അതായത് മികച്ച വ്യക്തികൾ എപ്പോഴും തന്നോടും തൻ്റെ ചുറ്റുപാടിലുള്ളവരോടും ദയ കാണിക്കുന്നവരായിരിക്കും. ഈ ഒരു സ്വഭാവം എല്ലാ കുട്ടികളിലും ഉണ്ടായിരിക്കണം. അടുത്തൊരു സ്വഭാവ ഗുണമാണ് ശുഭാപ്തി വിശ്വാസവും പോസിറ്റിവിറ്റിയും. ബുദ്ധിമുട്ടുള്ള പ്രതിബന്ധങ്ങളെ നേരിടുമ്പോൾ ശുഭാപ്തി വിശ്വാസം നിലനിർത്തുന്നത് ആ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ വേണ്ടി അവരെ സഹായിക്കും. ശുഭാപ്തി വിശ്വാസം സന്തോഷകരമായ ഒരു മനോഭാവം നിലനിർത്തുകയും പോസിറ്റിവിറ്റി അവരിൽ ഉണ്ടാക്കുന്നതിനും സഹായിക്കുന്നു. തനിക്ക് മാത്രമല്ല ചുറ്റുപാടുമുള്ളവർ പ്രയോജനം ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്വഭാവ ഗുണം കുട്ടികളിൽ വളർത്തിയെടുക്കുക. കുട്ടികളിൽ ഉണ്ടായിരിക്കേണ്ട മറ്റൊരു മികച്ച ഗുണമാണ് കൃതജ്ഞത. അതായത് ചുറ്റുപാടുമുള്ളവരോടും അവനെ സഹായിക്കുന്നവരോടും എല്ലാവരോടും ഒരു കൃതജ്ഞത, നന്ദിയുള്ളവനായിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അടുത്തൊരു മികച്ച സ്വഭാവ ഗുണമാണ് സജീവമായിരിക്കുക. നമ്മൾ മാതാപിതാക്കൾ നമ്മുടെ കുട്ടികളിൽ ഉണ്ടായിരിക്കണമെന്ന് ആഗ്രഹിക്കേണ്ട ഏറ്റവും മികച്ച ഒരു സ്വഭാവ ഗുണം കൂടിയാണിത്. അവർ സമീപിക്കുന്ന എല്ലാ കാര്യങ്ങളിലും മുൻകൈ എടുക്കാനുള്ള കഴിവ് അവർക്കുണ്ടാകുക എന്നത്. അടുത്ത മികച്ച സ്വഭാവ ഗുണങ്ങളിൽ ഒന്നാണ് സഹിഷ്ണുത. ഇന്നത്തെ മത്സരാധിഷ്ഠിത ലോകത്ത് സഹിഷ്ണുതയ്ക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് സമ്മർദ്ദത്തെ ചെറുക്കാനും സമ്മർദ്ദത്തിൽ പോലും പരമാവധി പ്രകടനം നടത്താനുമുള്ള ആന്തരികമായ ശക്തിയാണിത്. അതായത് നമ്മുടെ മക്കൾ അവരുടെ ചെറിയ ലോകത്ത് അവരുടെ വ്യക്തിമുദ്ര പതിപ്പിക്കുമ്പോൾ മത്സര സമ്മർദ്ദങ്ങളെ നേരിടാൻ സഹിഷ്ണുത പഠിക്കൽ അത്യാവശ്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു സ്വഭാവ ഗുണം കുട്ടികളിൽ വളർത്തിയെടുക്കുക. അടുത്ത മികച്ച ഒരു സ്വഭാവ ഗുണമാണ് ശാന്തത. സമ്മർദ്ദത്തിലും ദുഷ്കരമായ സാഹചര്യങ്ങളിലും ശാന്തത പാലിക്കുക എന്നത് ശരിക്കും ബുദ്ധിമുട്ടാണ്, പക്ഷെ അത് അത്യന്താപേക്ഷിതവുമാണ്. അപ്പോൾ ഈ ഒരു ക്വാളിറ്റി കുട്ടികളിൽ ഉണ്ടാകാൻ വേണ്ടി ശ്രദ്ധിക്കുക. അടുത്ത മികച്ച ഒരു സ്വഭാവ ഗുണമാണ് ബഹുമാനം. അത് നമ്മൾ കുട്ടികളോടും മറ്റുള്ളവരോടും എങ്ങനെ പെരുമാറുന്നു എന്നതിൽ നിന്നാണ് അവർ പഠിക്കുന്നത്. നമ്മൾ ചെയ്യുന്നതോ പറയുന്നതോ ആയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണ് അവർ പലപ്പോഴും മാതാപിതാക്കളെ അനുകരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബഹുമാനം പഠിപ്പിക്കേണ്ടത് നമ്മളിലൂടെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു സ്വഭാവ ഗുണം കുട്ടികളിൽ വളർത്തിയെടുക്കുക. അടുത്ത മികച്ചൊരു സ്വഭാവം തന്നെയാണ് നയിക്കുകയും പിന്തുടരുകയും ചെയ്യുക എന്നത്. ഒരു നല്ല ലീഡറാകാൻ കുട്ടികളുടെ സ്വന്തം ശക്തികളും ബലഹീനതകളും അവർക്കറിയണം. അതുപോലെ തന്നെ ടീമിൻ്റെയും. ഒരു നല്ല നേതാവാകാൻ അവൻ നല്ലൊരു അനുയായി ആയിരിക്കണം. മിക്കപ്പോഴും ടീമുകൾക്കെല്ലാം നല്ല നേതാക്കന്മാരുണ്ടാകും, പക്ഷേ അനുയായികൾ കാണണമെന്നില്ല. എപ്പോൾ നയിക്കണം, എപ്പോൾ പിന്തുടരണം എന്നറിയേണ്ടത് വളരെ പ്രധാനം തന്നെയാണ്. അടുത്ത മികച്ചൊരു സ്വഭാവമാണ് പ്രതീക്ഷ. അതായത് എല്ലാ കാര്യങ്ങളിലും ഒരു ഹോപ്പ് ഉണ്ടായിരിക്കണം. അത് കുട്ടികളിൽ പ്രവർത്തിക്കാനുള്ള കഴിവിനെ വളർത്തിയെടുക്കുകയുള്ളൂ. ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്ത ഈ 20 ഗുണങ്ങൾ നിങ്ങളുടെ കുട്ടികളിൽ വളർത്തിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇതുപോലെയുള്ള നല്ല പേരൻറ്റിങ് വീഡിയോയുമായി ഇനിയും ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.